ISL-ൽ മായാജാലം സൃഷ്ടിച്ച മനാളോ മാർക്കസ് ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായത് അങ്ങേയറ്റം ആവേശത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചത്. എന്നാൽ ISL-ഉം അന്താരാഷ്ട്ര ഫുട്ബോളും തമ്മിൽ വാനോളം വ്യത്യാസമുണ്ടെന്ന് ആരാധകർ തിരിച്ചറിഞ്ഞു. മാർക്കോസ് പരിശീലകനായുള്ള 16 മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ഇന്ത്യക്ക് ജയിക്കാനായത്. മാർച്ചിൽ മാലിദ്വീപിനെ 3-0 തോൽപ്പിച്ചതാണ് ഇന്ത്യയുടെ അവസാനത്തെ ജയം. കഴിഞ്ഞ 10 വർഷമായി ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ നല്ല മുന്നേറ്റം നടത്തിയെന്നത് കണക്കിൽ പറയുന്ന കാര്യം. ഫിഫ റാങ്കിങ് മാനദണ്ഡങ്ങളിൽ മുന്നേറിയെങ്കിലും കളിക്കളത്തിൽ ഇന്ത്യക്ക് ആ മെച്ചപ്പെടൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും റാങ്കിങ്ങിൽ പിന്നോട്ട് പോയിരിക്കുകയാണ് ഇന്ത്യ. തുടർ തോൽവികൾക്ക് പിന്നാലെ പരിശീലക സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് മാർക്കോസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനു പിന്നാലെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഇവാൻ ആശൻ ഇന്ത്യൻ പരിശീലക സ്ഥാനത്തെത്തുമെന്ന് വാർത്തകൾ നിറയുന്നു. ഇന്ത്യൻ ഫുട്ബോൾ പരിശീലക സ്ഥാനത്ത് ഏറെ കൊട്ടിയാഘോഷിക്കപ്പെട്ട മാർക്കോസിന്റെ പുറത്തേക്കുള്ള വഴി തുറന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഇന്ത്യൻ ഫുട്ബോളിന്റെ പതനത്തിലെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയാണ് ഹോങ്കോങ്ങിനെതിരായ മത്സരം. ഏഷ്യൻ കപ്പ് ക്വാളിഫിക്കേഷനിൽ 153 സ്ഥാനത്തുള്ള ഹോങ്കോങ് എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഇന്ത്യയെ ഞെട്ടിച്ചത്. 3 വർഷങ്ങൾക്ക് മുൻപ് എതിരില്ലാത്ത 4 ഗോളിന് തകർത്തുവിട്ട ടീമാണ് ഈ ഹോങ്കോങ്. പ്രതിരോധത്തിലും മുന്നേറ്റത്തിലും മിഡ്ഫീൽഡിലും മികവുറ്റ താരങ്ങളിലെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ത്യയുടെ കണക്കുകൾ. വിരമിച്ച ഛേത്രിയെ തിരിച്ചു വിളിക്കാൻ നിർബന്ധിതരായതും ഇതുകൊണ്ട് തന്നെയാണ്. ഛേത്രിക്കപ്പുറത്തേക്ക് ഇനിയും ഇന്ത്യൻ ഫുട്ബോൾ വാർന്നിട്ടില്ല എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതും. അവിടേക്കാണ് ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുവാൻ ഇവാൻ ആശാൻ എത്തുമെന്ന അഭ്യൂഹങ്ങൾ. ISL-ലെ ഏറ്റവും ആരാധക ബേസുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച പരിശീലകരിൽ ഒരാളാണ് ഇവാൻ. കപ്പടിക്കണമെന്നത് മോഹഭംഗമായി തുടർന്നുവെങ്കിലും ആശാന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഏറെ മുന്നേറിയിരുന്നു. ഗോളടിക്കാത്ത ബ്ലാസ്റ്റേഴ്സ് എന്ന പേരുദോഷം മാറിക്കിട്ടിയതും ഇവാൻ വന്നതിന് ശേഷമാണ്. ക്ലബിലെത്തിയതു മുതൽ ടീമിന്റെ കളിശൈലിയിൽ വലിയ മാറ്റം വരുത്തുവാൻ ഇവാന് സാധിച്ചു. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ, ഏറ്റവും കൂടുതൽ ഗോളുകൾ, ഏറ്റവും കൂടുതൽ വിജയങ്ങൾ, ഏറ്റവും കുറഞ്ഞ തോൽവികൾ ഇവയെല്ലാം ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് ഇവാന്റെ കീഴിലാണ്. പരിശീലകർ വാഴാത്ത ക്ലബെന്ന ദുഷ്പേരുണ്ടായിരുന്ന ടീമിനെ തുടർച്ചയായ 3 സീസണുകൾ പ്ലേ ഓഫിൽ എത്തിക്കുവാനും ഇവാന് കഴിഞ്ഞു. അന്താരാഷ്ട്ര മത്സരങ്ങളുടെ അഭാവമാണ് ഇന്ന് ഇന്ത്യൻ ടീമിൽ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. അതുപോലെ താരങ്ങൾക്കിടയിലെ ഏകോപന പ്രശ്നങ്ങളും ഇന്ത്യൻ ടീമിനെ ബാധിക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിനെ കെട്ടുറപ്പുള്ള ഒരു സംഘമാക്കി മാറ്റിപ്പണിത ആശാൻ ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്ന അഭ്യൂഹങ്ങൾ വലിയ പ്രതീക്ഷകളിലേക്കാണ് വെളിച്ചം വീശുന്നത്. തകർച്ചയുടെ പടുകുഴിയിൽ വീഴുന്ന ഇന്ത്യൻ ടീമിനെ ഇവാന് രക്ഷിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കാം.